ഇന്നലെ കുറ്റിപ്പുറത്ത് ചോറും മീനിലുണ്ടായ സംഭവം വളരെ യാദൃച്ഛികമായി ഉണ്ടായ സംഭവമാണ്. അതിൽ നമ്മളെ ഹോട്ടലിനുണ്ടായ ബുദ്ധിമുട്ടുകളും അതേപോലെ തന്നെ നമ്മളെ സുഹൃത്തുക്കളായ നമ്മളെ കൂട്ടുകാർക്കുണ്ടായ ബുദ്ധിമുട്ടുകളും പിന്നെ വളരെ വിഷമിപ്പിച്ചുള്ള കാര്യങ്ങളാണ്. ഇതിനെല്ലാം ഇന്നൊരു രമ്യമായി പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന് ചെല്ലി സോഷ്യൽ മീഡിയയിൽ മറ്റുള്ള ഒരു പിന്നെ ന്യൂസ് കാര്യങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്യുക, കമൻ്റ് അടിക്കുക ഒന്നും ചെയ്യാതില്ല. താങ്ക് യു. ഇല്ല ഉണ്ടായിട്ടില്ല. നമ്മളൊരു കൂട്ടത്തിൽ അറിഞ്ഞിട്ട് നമ്മൾ സ്റ്റേഷനിലേക്ക് വന്നതാണ്. നമ്മുടെ കുറ്റിപ്പുറത്ത് നമ്മുടെ ചോറുമീൻ ഹോട്ടലിൽ യാദൃശ്ചികമായി ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയയിലും വാർത്താമാധ്യമങ്ങളിലൊക്കെ കൂടുതൽ സമയം അത് ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. ഞങ്ങൾക്കൊക്കെ അതറിയാം. മാത്രമല്ല, കുറ്റിപ്പുറത്തിനെ സംബന്ധിച്ചിടത്തോളം ചോറുമീൻ ഹോട്ടൽ ഒരു വർഷത്തിലധികമായി അവിടെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഫാമിലി സഹിതം വന്ന് പല മേഖലയിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ച് വളരെ സന്തോഷത്തോടെ പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഇത്രയും കാലം അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ അവിടെ ഉണ്ടായതൊരു ഒരു ഭാഗത്തുനിന്ന് ചെറുപ്പക്കാരായ കുറച്ച് സുഹൃത്തുക്കൾ വന്നു. അവിടെ യാദൃശ്ചികമായി ചെറിയ സംസാരങ്ങളുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ ഒരു 1-2 മിനിറ്റ് ചെറിയ വർത്തമാനം സംഘർഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോ അല്ലെങ്കിൽ അവിടെ വന്ന് ഭക്ഷണം കഴിക്കണവരോ ഒരു പ്രീ പ്ലാനിങ്ങോട് ഉണ്ടായ ഒരു സംഗതിയല്ല. അതിൽ ഞങ്ങളൊക്കെ ഇന്നലെ ആ വിഷയം വളരെ സജീവമായി ഇടപെട്ട് ഹോട്ടൽ ഉടമ രാജീവിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. രാജീവിൻ്റെ ആദ്യം തുടങ്ങിയ സംരംഭത്തിൻ്റെ മുന്നിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്, ഫ്ലവർ സിറ്റി. അതിനുശേഷം അദ്ദേഹം റോയൽ ഹോട്ടൽ, അതുപോലെ ഒരു ഫ്ലവർ സിറ്റി, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളിവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ തുടങ്ങിയ സംരംഭം നമ്മുടെ ചോറും മീനും ഹോട്ടലാണ്. അവിടെ എല്ലാവർക്കും അറിയാം, ഒരു വ്യത്യസ്തമായ രീതിയിൽ ഭക്ഷണം കൊടുക്കുകയാണ്. നാടൻ ഭക്ഷണം നല്ല രീതിയിൽ ഭക്ഷണം പാകം ചെയ്ത് അവിടെ വെച്ച് പാകം ചെയ്ത് അത് ആളുകൾ വന്ന് കഴിച്ച് വളരെ സന്തോഷത്തോടുകൂടി പായസം കുടിച്ച് പഴം കഴിച്ച് നല്ല രീതിയിൽ പോകുന്ന ഒരു സാഹചര്യം ഇത്രയും കാലം ഉണ്ടായിട്ടുള്ളൂ. ഇന്നലെ അതേ രീതിയിൽ തന്നെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഉച്ചയോട് കൂടിയിട്ടുണ്ടായ ആ സംഭവത്തിൽ നമ്മുടെ ഹോട്ടലുടമ രാജീവിനും ഞങ്ങളെ പോലത്തെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും ഇവിടുത്തെ വ്യാപാരി വ്യവസായിയുടെ ആളുകൾക്കും ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ ആളുകൾക്കൊക്കെ വലിയ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ വൈരങ്കോട് നിന്ന് വന്ന കുറച്ച് സുഹൃത്തുക്കൾ അവിടെ വന്ന് യാദൃശ്ചികമായി സംസാരം ഉണ്ടായി. ആ സംസാരങ്ങളൊക്കെ തന്നെ വലുതാക്കി കാണിച്ച് പെരുപ്പിച്ച് കാണിച്ച് അത് കുറ്റിപ്പുറത്ത് ഹോട്ടലിൽ വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ 2 കൂട്ടരും നിരപരാധികളാണ്. അവരൊന്നും ആ രീതിയിലേക്ക് അത് പ്രചരണം കൊടുത്തതല്ല. അത് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ചർച്ച നടന്ന് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് 3 മണിക്ക് ഇരിക്കാൻ തുടങ്ങിയതാണ്. വ്യാപാരി വ്യവസായത്തിൻ്റെ ഭാഗത്ത് നമ്മുടെ PP അബ്ദുറഹ്മാൻ സാഹിബ്, ജവഹർ സാഹിബ്, സമദ് സാഹിബ്, അതുപോലെ തന്നെ നമ്മുടെ ഹോട്ടലുടമ രാജീവ്, അതുപോലെ തന്നെ നമ്മളെ ബക്കർ സാഹിബ് അമരിയിൽ, അതുപോലെ തന്നെ KT മുസ്തഫ സാഹിബ്, അങ്ങനെയുള്ള ഒരുപാട് നേതാക്കന്മാരും നമ്മുടെ ഷൈജൊക്കെ വന്നിട്ടുണ്ട് വൈരങ്കോട്. അങ്ങനെയൊക്കെ എല്ലാവരും വന്ന് നമ്മളെ KT സിദ്ദീഖ്, നമുക്കറിയാം നമ്മളെ രാഷ്ട്രീയ നേതാക്കന്മാർ, അതുപോലെ തന്നെ നമ്മളെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഷ്റഫ് രാങ്ങാട്ടൂർ, അങ്ങനെയുള്ള ആളുകളൊക്കെ വന്നു. ഞങ്ങളത് ഇരുന്ന് ചർച്ച നടത്തി. രാജീവിൻ്റെ സാന്നിധ്യത്തിൽ രാജീവിൻ്റെ സഹോദരൻ സജീവ്, അങ്ങനെ എല്ലാവരും പങ്കെടുത്ത് ഞങ്ങളെ പോലത്തെ ആളുകളൊക്കെ ഇടപെട്ട് നല്ല സൗഹൃദപരമായ വിഷയം അവസാനിച്ചിരിക്കുകയാണ്. ഇരുഭാഗത്തു നിന്നുണ്ടായ യാദൃശ്ചികമായി സംഭവിച്ച ഈ വിഷയങ്ങളിൽ പരസ്പരം അത് വിട്ടുവീഴ്ച ചെയ്തതോടുകൂടി സൗഹൃദ തലത്തിൽ ഭാവിയിൽ നമുക്ക് ആ ഹോട്ടലുടമക്കോ ഈ സുഹൃത്തുക്കൾക്കോ ഒരു പ്രയാസം ഉണ്ടാവാതെ വളരെ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അവർക്ക് ഭക്ഷണത്തിനെ കുറിച്ച് പരാതിയില്ല, നല്ല ഭക്ഷണം കഴിച്ചു, അവർക്ക് വേറെ പ്രയാസം ഉണ്ടായതില്ല. യാദൃശ്ചികമായി സംസാരം ഉണ്ടായതിൻ്റെ പേരിലുണ്ടായ ഒരു സംഗതി മാത്രമാണ് അവിടെ. ഇന്നും ഹോട്ടലിൽ നേരത്തെ ഉള്ളതിനപ്പുറം നല്ല രീതിയിലേക്ക് ഇന്നും അവിടെ ഉച്ചഭക്ഷണം വളരെ നല്ല രീതിയിൽ അവിടെ പാകം ചെയ്ത് ആളുകൾ വന്ന് കഴിച്ച് വളരെ സന്തോഷത്തോടു കൂടി പോയിട്ടുണ്ട്. നാളെ അങ്ങനെ തന്നെ ആവട്ടെ, വേറെ ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. രാജീവിനെ സംബന്ധിച്ചിടത്തോളം മാനസികമായി പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ഒരു സംരംഭം നല്ല രീതിയിൽ പോകുമ്പോൾ അവിടെ ചെറിയ പ്രയാസം ഉണ്ടാകും. അതിൽ അദ്ദേഹത്തിന് വലിയ വിഷമം ഉണ്ടായിട്ടുണ്ട്. അത് വന്ന ചെറുപ്പക്കാരായ സുഹൃത്തുക്കൾ അത് മനസ്സിലാക്കി തിരിച്ച് ഇവരുടെ ഭാഗത്തുനിന്ന് വല്ല വിഷമമുണ്ടാകും. അതും രാജീവ് പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് സൗഹൃദപരമായി ആ ഇന്നലത്തെ ഇഷ്യൂ ഞങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞു. അതിൽ പങ്കെടുത്ത നേതാക്കന്മാരും സുഹൃത്തുക്കളും ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെയും വ്യാപാരിയുടെ ഭാഗത്തുള്ള ആളുകളാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. ഞങ്ങൾ ആ വിഷയത്തിൽ വളരെ സംതൃപ്തിയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. നാളെ നമ്മളെ ഈ ചോറും മീനും പല മേഖലയിലും ഇതുപോലുള്ള ബ്രാഞ്ചുകളൊക്കെ വരുന്നുണ്ട്. കുറ്റിപ്പുറത്തിൻ്റെ ചോറും മീനും കുറ്റിപ്പുറത്തുകാർക്ക് അഭിമാനമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ. എല്ലാ ഹോട്ടലുടമകരും ഒരുമിച്ച് രാജീവിനെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്. തിരൂരിൽ മലപ്പുറത്തൊക്കെ വന്ന് മഞ്ചേരിയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. സബ്കട ഓണർ റഫീ സാഹിബ് അടക്കം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ മൊയ്തീൻ സാഹിബ് വന്നിട്ടുണ്ട്, വൈരങ്കോട്, അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്താൻ. കുറ്റിപ്പുറത്ത് ആ വിഷയം നല്ല രീതിയിൽ പരിഹരിച്ചതിലുള്ള സന്തോഷം എല്ലാവർക്കും ഈ വന്നതിൽ വിജയാശംസകൾ നേരെയാണ്. ചോറും മീനും സ്ഥാപനത്തിൽ
ഒരു ചെറിയ പ്രശ്നം ഉണ്ടായത്. ആരും പിന്നെ ബോധപൂർവം ഉണ്ടായതല്ല, താൽക്കാലികമായി ഉണ്ടായ ഒരു പ്രതിഭാസമാണ്. പക്ഷേ രാജീവ് സാറിനെ കണ്ടപ്പോൾ മലയാളിക്ക് നേരിട്ട് സംസാരിച്ചപ്പോൾ എല്ലാ തെറ്റിദ്ധാരണകളും നീങ്ങി. അതുകൊണ്ട് ആ സ്ഥാപനത്തിനെതിരെ ഇനി പിന്നെ ഒരു ഭാഗത്തുനിന്നും ആരും സോഷ്യൽ മീഡിയ വഴിയോ പ്രചരണം നടത്തരുതെന്നൊരു അപേക്ഷയുണ്ട്. അതുകൊണ്ട് രാജു സാറിനെ കണ്ട് ഞങ്ങൾ സംസാരിച്ച് എല്ലാ പ്രശ്നങ്ങളും തീർത്ത്, എൻ്റെ നാട്ടിലെ കുട്ടികളാണ് അന്ന് ആ പ്രശ്നത്തിൽ ഉൾപ്പെട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് സാറിനോട് പ്രത്യേകം, രാജു സാറിനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് ഇങ്ങനെ പ്രശ്നം തീരാനും സഹകരിച്ചതിൽ.